എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലയായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഉത്തരപർവ്വത മേഖല കഴിഞ്ഞാൽ തൊട്ട് താഴെ കിടക്കുന്ന ഉത്തര മഹാസമതലം എന്ന് പറയുന്നൊരു വലിയ പോർഷനുണ്ട്. അപ്പോൾ ഇത് SCERTയുടെ പോർഷൻ അത്യാവശ്യം ഡീപ്പായിട്ട് ഒരു 28 പേജോളമുള്ളൊരു ചാപ്റ്ററാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് അതിൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും മുൻ വർഷത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു PDF ആണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം. ഓക്കെ, രണ്ടാമത്തത് ഏറ്റവും ജനസംഖ്യ കൂടിയ പ്രദേശം. ഈ എക്കൽ സമതലം ആയതുകൊണ്ട് തന്നെ ഇവിടെ കാർഷിക വൃത്തിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തി ഉള്ളിടത്തല്ലേ ഈ പറയുന്ന ജനവാസം കൂടുതലായിട്ട് വരത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. ഉത്തരപർവ്വത മേഖലയിൽ എന്തുകൊണ്ട് കാർഷിക മേഖലയില്ല? അതിൻ്റെ കാരണം എന്താ? കാര്യം അവിടെ പർവ്വതങ്ങൾ, ഉയരമേറിയ കുന്നുകൾ, സോ അങ്ങനെയുള്ള എന്താണ് കാടുകൾ, മരങ്ങൾ. അപ്പോൾ നമുക്കൊരിക്കലും ഈ പറയുന്ന ഒരു പ്രോപ്പർ കൃഷി അവിടെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവിടെ അധികം കൃഷിരീതി ഇല്ലാത്തത്. ഓക്കെ, ഇനി ഏറ്റവും ജനസംഖ്യ കൂടിയ പ്രദേശം എന്ന ആ ഒരു ടാഗ് ലൈൻ വീഴാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് അതായത് ഏറ്റവും കൂടുതൽ കൃഷി നടത്തുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത്, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണല്ലേ എക്കൽ മണ്ണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഉത്തര മഹാസമതലത്തിലാണെന്ന് പഠിക്കുക. ഇനി ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം, ഇതൊക്കെ പഴയ ചോദ്യങ്ങളാണ്, പഴയകാല ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം എന്നായിരിക്കും ചോദ്യം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കണം? ഉത്തര മഹാസമതലവും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബുമാണ്. ഓക്കെ, ഈ രണ്ട് ഫാക്റ്റ് തിരിഞ്ഞു പോരുത്. ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലവും, സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പഞ്ചാബുമാണ്. ഇനി റെയിൽ റോഡ് ശൃംഖലകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ പ്രദേശമാണിത്. പീഠഭൂമിയിൽ അത്രത്തോളം റെയിൽ റോഡ് ഗതാഗതം ഉണ്ടോ? ഉത്തരപർവ്വത മേഖലയിലുണ്ടോ? ഉത്തരപർവ്വത മേഖലയിൽ ഈ പറയുന്ന ചുരങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, പിന്നെ ബാക്കിയെല്ലാം ഓഫ് റോഡല്ലേ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കൃഷി ഒരുപാടുള്ള സ്ഥലത്ത് ജനവാസം കൂടും. ഇപ്പം ജനവാസം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? ഗതാഗത സൗകര്യങ്ങൾ വേണ്ടേ? സോ ആ രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. എക്സാം ഹാളിൽ ഇരുന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഉത്തരപർവ്വത മേഖലയിലേക്ക് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ട്രിവാൻഡ്രത്തെ പോലെ അല്ലെങ്കിൽ NH66 അല്ലെങ്കിൽ NH47 44 അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഉത്തരപർവ്വത മേഖലയിൽ പണിഞ്ഞിടാൻ പറ്റില്ല. മാത്രമല്ല അവിടെ കൃഷിയും നടക്കില്ല. ഓക്കെ, അവിടെ കൃഷിയും നടക്കില്ല. അവിടെ വലിയ ഉയരം കൂടിയ പർവ്വതങ്ങളാണ്. അതുപോലെ തന്നെ നല്ല കാടുണ്ട്. സോ പിന്നെ നല്ല വീതി മണ്ണൊക്കെയുള്ള മരങ്ങളും അതുപോലുള്ളൊരു പ്രദേശമാണ് ഉത്തരപർവ്വത മേഖല. ജനവാസ മേഖലയായിട്ട് കണക്കാക്കാനേ പറ്റാത്തൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രണ്ടാമത്തെ പ്രദേശമായ ഉത്തര മഹാസമതലത്തിൽ കൃഷിക്ക് അനുയോജ്യമായതും അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ ജനവാസ മേഖലയായി തീരുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ പറയുന്ന ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പറയുമ്പോൾ അവിടെ റെയിൽ റോഡ് ശൃംഖലകളും കൂടുന്നു. അപ്പോൾ നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ. സോ ആ രീതിയിൽ വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അത്ര വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ഇനി ഉത്തര മഹാസമതലത്തെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നു. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടി പഠിക്കുക. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമെന്ന് അറിയപ്പെടുന്നു. ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ട പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഹിമാലയൻ നദികളുടെ നിക്ഷേപണം, അതായത് ഹിമാലയൻ നദി ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതുകൊണ്ടാണ് ഇതിനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മൂന്ന് നദികളുടെ
നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ട പ്രദേശമാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. ഇനി ഉത്തരമഹാസമതലത്തിന് പടിഞ്ഞാറ് വശത്ത് മഴ കുറവാണ്. അതിൻ്റെ കാരണം എന്താ? ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് മഴ കുറയാനുള്ള കാരണം അവിടെ മരുഭൂമിയാണ്. ഓക്കെ, അവിടെ മരുഭൂമിയാണ്, അതുകൊണ്ടാണ് അവിടെ മഴ കുറയാൻ കാരണമെന്ന് പറയുന്നത്. ഇനി ഹിമാലയത്തിൻ്റെ തെക്കുവശത്തും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക് വശത്തുമാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന സമതലം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏറ്റവും മുകളിൽ ഹിമാലയം, അതിൻ്റെ നടുക്കായിട്ട് ഉത്തരമഹാസമതലം, അതിൻ്റെ ഇവിടെയാണ് പീഠഭൂമി കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വേണം പഠിക്കാൻ. ഏറ്റവും മുകളിൽ ഉത്തരപർവ്വത മേഖല, നടുവിൽ ഉത്തര മഹാസമതലം, ഇവിടെയാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീഠഭൂമിയുടെ മുകളിലാണ് ഈ പറയുന്ന എന്താ കാണപ്പെടുന്നത്? മുകളിൽ എന്ന് പറയുമ്പോൾ ഞാൻ വരച്ച് കാണിക്കുമ്പോൾ മുകളിൽ നിന്നാണ്, അല്ലാതെ പീഠഭൂമിക്ക് മുകളിൽ നിൽക്കുകയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വരച്ച് കാണിക്കുമ്പോൾ മുകളിൽ. അപ്പോൾ മുകളിൽ വരുന്നതെല്ലാം എന്താ ഞാൻ പറഞ്ഞ വടക്ക്, ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് പീഠഭൂമിയുടെ ഏത് വശത്താണ്? പീഠഭൂമിയുടെ വടക്ക് വശത്ത്, അല്ലെങ്കിൽ ഉത്തര മേഖലയിലാണ്. ഇനി ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ഹിമാലയം, ആ ഹിമാലയത്തിൻ്റെ ഏത് വശത്തായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഉത്തര മഹാസമതലം? ഹിമാലയത്തിൻ്റെ താഴോട്ടാവുമ്പോൾ എന്താണ്? തെക്ക് വശം. മനസ്സിലായില്ലേ? ദക്ഷിണ വശത്തേക്കാണ് ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത്. ഇനി ആര്യന്മാരുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശമാണിത്. ആര്യന്മാരുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശം. ഇതൊക്കെ PYQ മാത്രമാണ്. ഇനി ഉത്തരമഹാസമതലത്തിലെ പ്രധാന കാർഷിക വിളകൾ ഏതെല്ലാം? ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഗോതമ്പുണ്ട്, നെല്ലുണ്ട്, ബജ്റയുണ്ട്, ജോവറുണ്ട്, പരുത്തിയുണ്ട്, കരിമ്പുണ്ട്. ഓക്കെ, ഇത്രയും നോക്കി. ഇതൊക്കെ SCRT പോയിന്റ്സ് ആയിരുന്നു. ഗോതമ്പ്, നെല്ല്, പരുത്തി, ബജ്റ, ജോവർ, കരിമ്പ്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രദേശത്തെ കൃഷി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോവാതെ നിങ്ങൾ പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇനി ഇവിടെ ഇത് പ്രധാനമായിട്ട് നോക്കി വയ്ക്കേണ്ട കാര്യം, അതായത് ഉത്തരമഹാസമതലത്തെ പ്രധാനമായും നാലായിട്ട് തരംതിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? ഒന്ന്, രാജസ്ഥാൻ പ്ലെയിൻ, അതായത് മരുസ്ഥലി ബാഗർ സമതലം, രാജസ്ഥാൻ പ്ലെയിൻ. അവിടെയുള്ള നദികളാണ് സരസ്വതി, ലൂണി എന്ന് പറയുന്നത് കേട്ടോ. സരസ്വതി, ലൂണി, രാജസ്ഥാൻ പ്ലെയിൻസ്. അല്ലെങ്കിൽ രാജസ്ഥാൻ പ്ലെയിൻസിൻ്റെ മറ്റൊരു പേരാണ് മരുസ്ഥലി ബാഗർ എന്ന് പറയുന്നത്. MB എന്ന് പഠിച്ചാൽ MB. ഓക്കെ, മരുസ്ഥലി ബാഗർ. ഇനി ബ്രഹ്മപുത്ര സമതലം എവിടെ? ഇവിടെ കിടക്കുന്നു, അസമിലല്ലേ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ നദി ഏതാണ്? അറിയാമല്ലോ, ബ്രഹ്മപുത്ര. ഇനി ഗംഗാ സമതലം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അതായത് ഉത്തര മഹാസമതലത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം പ്രദേശവും എവിടെയാണ്? ഗംഗാ സമതലമാണ്. അത് ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി പഞ്ചാബ് ഹരിയാന സമതലം, അതായത് പഞ്ചാബ് ഹരിയാന സമതലത്തിൽ സിന്ധുവിൻ്റെ പോഷക നദികളും അടങ്ങിയ പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമതലം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തര മഹാസമതലത്തെ പ്രധാനമായിട്ടും നാലായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, പഞ്ചാബ് ഹരിയാന സമതലം, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം, ഈ അറ്റത്തു നിന്നേ തുടങ്ങാം കേട്ടോ. അതായത് 1 രാജസ്ഥാൻ, 2 പഞ്ചാബ് ഹരിയാന, 3 ഗംഗാ പ്ലെയിൻ, 4 ബ്രഹ്മപുത്ര പ്ലെയിൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ RPGB എന്ന് പഠിക്കാം. അപ്പോൾ RPGB എന്ന് പഠിക്കുമ്പോൾ ഈ മരുസ്ഥലി ബാഗർ എന്ന് പറയുന്ന പ്രദേശം, ആ ഒരു ടേം എവിടെയാണെന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കുക. അത് രാജസ്ഥാൻ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടെ. അവിടുത്തെ നദികൾ ഏതെല്ലാമാണ്? സരസ്വതിയും ലൂണിയുമാണ്. രാജസ്ഥാൻ എന്ന് മുമ്പ് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന ലൂണി നദി നമുക്കറിയാം, പിന്നെ സരസ്വതിയും കൂടി ആഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും ഈ ഒരു മാപ്പ് വരച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ. ഇനി ഉത്തരമഹാസമതലം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഈ പറയുന്ന ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും ആ ഒരു പ്രദേശം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി പഠിക്കാൻ ശ്രമിക്കണം എപ്പോഴും. അതുകൂടെ പഠിക്കുമ്പോഴേ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. നമ്മൾ നേരത്തെ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? മരുസ്ഥലി ബാഗർ. അതെവിടെയാണ് വരുന്നത്?
രാജസ്ഥാൻ. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന നമ്മുടെ ഗംഗാ പ്ലെയിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇതാ ഇവിടെ നോക്കിയേ, ഗംഗാ പ്ലെയിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ബിറ്റ്വീൻ ഘാഘർ ആൻഡ് ടീസ്റ്റ നദി, ഘാഘറിനും ടീസ്റ്റ നദിക്കും ഇടയിലാണ് ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത്. ഗംഗാ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഘാഘറിനും ടീസ്റ്റ നദിക്കും മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഇടയിലാണ് അല്ലെങ്കിൽ നടുവിലാണ്. ഓക്കെ. ഇനി ഇവിടെ വരുന്ന സംസ്ഥാനങ്ങളാണ് ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, പാർട്ട് ഓഫ് ജാർഖണ്ഡിൻ്റെ ഒരു ഭാഗം, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ. ഇത്രയും സംസ്ഥാനങ്ങളാണ് ഗംഗാ പ്ലെയിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരമഹാസമതലത്തിൽ വരുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് രാജസ്ഥാൻ പഠിച്ചു. പിന്നെ അത് ഘാഘർ ടീസ്റ്റ നദിക്കിടയിലായി ഗംഗാ പ്ലെയിൻസിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഹരിയാന, ബീഹാർ, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ജാർഖണ്ഡിൻ്റെ ഒരു ഭാഗം, വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഭാഗം, ഡൽഹി. ഓക്കെ, ഇത്രയൊക്കെയാണോ? ഇനി താഴേക്ക് വന്നാൽ ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ ഫ്രം ടീസ്റ്റ ടു ദിഹാങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിവേഴ്സിൻ്റെ പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അതായത് ടീസ്റ്റ ടു ദിഹാങ് വിത്ത് മേജർ പോർഷൻ ലൈങ് ഇൻ അസം. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. അസം എന്തിനിടയിലാണെന്ന് ചോദിച്ചാൽ, ബ്രഹ്മപുത്ര പ്ലെയിൻസ് എന്തിനിടയിലാണെന്ന് ചോദിച്ചാൽ അത് ടീസ്റ്റയ്ക്കും ദിഹാങ്ങിനും ഇടയിലാണ്. ഇനി നമ്മൾ പഞ്ചാബ് വിട്ടുപോയതാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന ഭാഗമാണ് പഞ്ചാബ് പ്ലെയിൻസ്. അപ്പോൾ പഞ്ചാബ് സംസ്ഥാനം ഉൾപ്പെടുന്നുണ്ട്, ഹരിയാന ഉൾപ്പെടുന്നുണ്ട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് അസം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൻ്റെ ചെറിയൊരു പോർഷനും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നോക്കുക, രാജസ്ഥാൻ. നമ്മൾ പറഞ്ഞ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശുണ്ട്, പഞ്ചാബുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, ബീഹാറുണ്ട്, ഹരിയാനയുണ്ട്. ഇനി നമ്മൾ ആ പഠിച്ചതിനകത്ത് ഒരെണ്ണവും കൂടി ഉണ്ടായിരുന്നു, ജാർഖണ്ഡ്. ഓക്കെ, ജാർഖണ്ഡ്. ഈ ജാർഖണ്ഡും ഒന്നുകൂടെ നമ്മൾ പഠിച്ചു, ഡൽഹി. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെന്നല്ല പറയുന്നത്, പക്ഷേ മാപ്പിൽ പലയിടത്തും ഈ ഡൽഹിയിലും ജാർഖണ്ഡിൻ്റെ ഒരു ഭാഗത്തും കൂടി ഈ പറയുന്ന ഉത്തരമഹാസമതലം പോകുന്നുണ്ട് എന്ന് ഞാൻ വായിച്ചതുകൊണ്ടാണ് ഇതിവിടെ പറയാൻ കാരണം. നിങ്ങൾ എത്രയും പഠിക്കുക ഉത്തരമഹാസമതലം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, അസം, ഹരിയാന, ഉത്തരാഖണ്ഡ്. ഇത്രയും സംസ്ഥാനങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ജാർഖണ്ഡിൻ്റെ ഒരു ഭാഗം, അതുപോലെ തന്നെ ഡൽഹിയുടെ ചെറിയ ഭാഗം ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് കൂടി ഓർത്തു പോകുന്നത് നന്നായിരിക്കും കേട്ടോ. ഇപ്പം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ സംസ്ഥാനം ജസ്റ്റ് ഒന്ന് നോക്കുക. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി. ഇതാ ഇവിടെ ഈ ഉത്തരാഖണ്ഡിൻ്റെ ചെറിയൊരു ഭാഗത്ത് ഈ പച്ച നിറം കണ്ടോ? അതായത് ഉത്തരാഖണ്ഡിൻ്റെ ചെറിയൊരു ഭാഗം, അതായത് ഹരിദ്വാർ എന്ന് പറയുന്ന പോർഷനും ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഹരിദ്വാർ കേട്ടോ, ഹരിദ്വാറും ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതേപോലെ ഉത്തർപ്രദേശ് നമ്മൾ പഠിച്ചു, ബീഹാർ പഠിച്ചു. കണ്ട ജാർഖണ്ഡിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടോ? ജാർഖണ്ഡിൻ്റെ ചെറിയൊരു ഭാഗം, ആ ഭാഗമുണ്ട്. ഇനി അതുകൊണ്ട് ഇവിടെ താഴെ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ ഇതായി അസമുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംസ്ഥാനങ്ങൾ ഇത്രയാണ്: രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്. ഡൽഹിയുടെ ചെറിയൊരു ഭാഗം എന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡൽഹി ഇതിനകത്ത് ഉൾപ്പെടുന്നത് തന്നെയാണ്. പക്ഷേ SCERT പുസ്തകത്തിലൊന്നും ഈ ഡൽഹിയും അല്ലെങ്കിൽ ജാർഖണ്ഡും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, അസം. ഓക്കെ, ഇത്രയും സ്റ്റേറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ഇനി ഇത് തിരിഞ്ഞു പോകരുത്, മറന്നും പോകരുത്. ഓക്കെ, കണ്ടേ ഈ ഉത്തരാഖണ്ഡിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. ഹരിദ്വാറിൻ്റെ ചെറിയൊരു പോർഷനാണ് ഉൾപ്പെടുത്തുക. പക്ഷെ നമ്മളത് പരിഗണിക്കണം, മനസ്സിലായി? നമ്മളതും പരിഗണിച്ചേ പറ്റൂ. അപ്പം ഇവിടെ ഞാനൊരു 8 സ്റ്റേറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. 8 സ്റ്റേറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 2 സ്റ്റേറ്റ് കൂടി പഠിക്കുക.
അപ്പോഴേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ. ഈ 2 സ്റ്റേറ്റ് കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തര മഹാസമുദ്രം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഈ 8 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇൻ കേസ് PSC കുറച്ച് ഡീപ്പായിട്ട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ചെറിയ ഭാഗം കൂടി ഉൾപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡും ഡൽഹിയാണെന്ന് പഠിക്കുക കേട്ടോ. ഇനി ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഭാബർ. ഹിമാലയൻ നദികൾ പർവ്വതത്തിലൂടെ ഒഴുകുകയും ചരൽ പെബിൾ അവശിഷ്ടങ്ങൾ അടിവാരത്ത് നിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് ഭാബർ മേഖല രൂപപ്പെടുന്നത്. എന്താണ് ഇവിടുത്തെ നദികളുടെ ഏതൊക്കെയാണ്? ഹിമാലയൻ നദികൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ പർവ്വതത്തിലൂടെ ഒഴുകുകയും ചരൽ പെബിൾ അവശിഷ്ടങ്ങൾ അടിവാരത്ത് നിക്ഷേപിക്കുന്നു. ഓക്കെ, ഇത് ഹിമാലയ അല്ലേ? ഇതിപ്പോൾ ഒരു പർവ്വതമാണ്. അപ്പോൾ ഇങ്ങനെ ഈ നദികൾ ഒഴുകുന്നു. ആ നദികൾ എന്നിട്ട് ആ നദികളിൽ ഉൾപ്പെടുന്ന ഈ പറയുന്ന ചരല് അല്ലെങ്കിൽ പെബിള് അല്ലെങ്കിൽ ചെറിയ പാറക്കഷ്ണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അടിവാരത ഇവിടെ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിച്ചിട്ട് ഈ പ്രദേശത്തെ പറയുന്ന പേരാണ് ഭാബർ എന്ന് പറയുന്നത്. ഭാബർ ഈ പ്രദേശം സാധാരണയായി 8 മുതൽ 16 കിലോമീറ്റർ വരെ വീതിയുള്ള ഇടുങ്ങിയ ബെൽറ്റിൽ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, ഇത് സിവാലിക് കുന്നുകൾക്ക് സമാന്തരമായിട്ട് കാണപ്പെടുന്നു. ഇവിടെ നദികൾ അപ്രത്യക്ഷമാകുന്നു. ഇനി കൃഷിക്ക് അനുയോജ്യമല്ല. കൃഷിക്ക് നിങ്ങൾ ഈ പ്രദേശം നോക്ക്, ഇവിടെ ഫുള്ള് പാറക്കല്ല്, ചരല് അങ്ങനെയുള്ള പ്രദേശമല്ലേ. സോ ഇവിടെ കൃഷിക്ക് അനുയോജ്യമാണോ? നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും, അല്ല. അതുപോലെ തന്നെ ഇവിടെ വെള്ളം കാണുന്നുണ്ടോ? ഇല്ല. സോ നദികൾ ഇവിടെ അപ്രത്യക്ഷമാവുന്നു. ഇവിടെ അപ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്യുന്നു? അത് പിന്നെ എവിടെയാണ്? ടെറായ് ഭാഗത്താണ്. ഇവിടെ നദികൾ അപ്രത്യക്ഷമാവുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിക്ക് അനുയോജ്യമല്ല. ഇത്രയും മനസ്സിലായോ? അതായത് ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന, നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഹിമാലയ. അവിടുന്ന് നദികൾ ഇങ്ങനെ പർവ്വതത്തിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന പാറക്കല്ല്, ചരല്, പെബിള് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? താഴെ വന്ന് അടിയുന്നു. അങ്ങനെ അടിയുന്ന സമയത്ത് അവിടെ ഒരു പരുക്കൻ പ്രദേശമായിട്ട് മാറും. സോ അവിടെ എന്താണ്? ഒരു 8 മുതൽ 16 കിലോമീറ്റർ വരെ വീതിയുള്ള ഇടുങ്ങിയ ബെൽറ്റിലാണ് ഈ പറയുന്ന ഭാബർ വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെ നദികൾ അപ്രത്യക്ഷമാവുന്നതോടൊപ്പം തന്നെ ഇവിടെ കൃഷിക്ക് അനുയോജ്യമല്ല. ഈ പാറയിൽ ആരെങ്കിലും കൊണ്ട് കൃഷി ചെയ്യുമോ? അത്ര ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് പോർഷനാണ് ടെറായ്. ഈ ടെറായ് എന്ന് പറയുന്നത് ഈ ഭാബറിൻ്റെ തൊട്ട് താഴത്തെ പോർഷൻ. ഈ പോർഷൻ നമ്മൾ ഭാബർ പഠിച്ചപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ഭാബറിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു. ഈ അപ്രത്യക്ഷമായ നദികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത് ടെറായ് മേഖലയിലാണ്. മനസ്സിലായോ? ടെറായ് മേഖലയിലാണ് ഈ നദികൾ, അല്ലെങ്കിൽ അവിടെ മുകളിൽ നഷ്ടപ്പെട്ട നീരൊഴുക്ക് പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? ഈ ടെറായ് മേഖലയിലാണ് കേട്ടോ. അതാ നിങ്ങൾ നോക്കുക, അതായത് ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ ഈ പറയുന്ന പർവ്വതത്തിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള പാറക്കല്ലും ചരലും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ നിക്ഷേപിക്കുന്നു. സോ ഇവിടെ എന്തിന് പറ്റില്ല? ഇവിടെ ഒരു ജലാംശം അല്ലെങ്കിൽ ഈ നദികൾ ഇവിടെ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നത്? കൃഷിയില്ല. ഓക്കെ, കൃഷിയില്ല, നദികൾ അപ്രത്യക്ഷമാകുന്നു. ഇനി ഇവിടെ അപ്രത്യക്ഷമായ നദികൾ അല്ലെങ്കിൽ നീർച്ചാലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത് എവിടെയാണ്? ടെറായ് മേഖലയിലാണ്. ഇത്രയൊക്കെയാണോ? ഇത്രയാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഈ പ്രദേശം പൊതുവെ ചതുപ്പ് നിലമാണ്. സമ്പന്നമായ വന്യജീവികളാൽ നിബിഡമായ വനങ്ങളാണ് ഇവിടെ. അപ്പോൾ സമ്പന്നമായ വന്യജീവികളാൽ നിബിഡമായ വനങ്ങൾ. ഈ ഒരു ഇമേജിൽ എന്താണ് ഈ പറഞ്ഞൊരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു വെള്ള കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ചതുപ്പ് നിലമായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ ഈ പച്ച കളർ നിബിഡമായ വനങ്ങളായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് മുകളിൽ അപ്രത്യക്ഷപ്പെട്ട നദികളുടെ കാര്യം. ഇവിടെ ഈ പറയുന്ന വൃക്ഷങ്ങൾ വളരണമെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ അംശം വേണ്ടേ? അത്രയും ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടെറായ് മേഖലയിലാണ് ദുധുവ ദേശീയോദ്യാനം. ഉത്തർപ്രദേശിലെ ദുധുവ ദേശീയോദ്യാനം കാണപ്പെടുന്നത് ടെറായ് മേഖലയാണ്. ഇതൊരു PYQ ആണ്. ദുധുവ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മുൻപ് PSC ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കുക. ഉത്തർപ്രദേശിലാണ് ദുധുവ. ഈ ദുധുവയ്ക്കകത്ത് തന്നെ DU ഇല്ലേ? ആ യുവിനെ നിങ്ങൾക്ക് ഉത്തർപ്രദേശായിട്ട് കണക്കാക്കാം. ഓക്കെ, ഉത്തർപ്രദേശായിട്ട് നിങ്ങൾക്കത് അസ്യൂം ചെയ്യാം. നെക്സ്റ്റ്, പാകിസ്ഥാനിൽ നിന്നുമുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ പ്രദേശം എന്നറിയപ്പെടുന്നതാണ് ടെറായ് എന്ന് പറയുന്നത്. ടെറായ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ടെററായി. ഇപ്പം ടെറർ, നമുക്ക് ഈ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്താ? ടെററാണ് അവന്മാർ. ഓക്കെ, ടെററിസ്റ്റ് എന്നുള്ളൊരു സംഭവമല്ലേ വരുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തത്. ഇപ്പോൾ ടെറർ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് എന്താണ് അഭയം നൽകിയ പ്രദേശമാണ് ടെറായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഇത് പഴയൊരു ചോദ്യം, ഇനി ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല എങ്കിലും. ഇനി ഭംഗർ എന്ന് പറയുമ്പോൾ വടക്ക് സമതലങ്ങളുടെ വലിയ ഭാഗങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. അതായത് വടക്ക് സമതലങ്ങളുടെ വലിയ ഭാഗങ്ങളിൽ ഇത് ഉൾക്കൊള്ളുന്നു. ഇത് ഭംഗറാണ്. വടക്ക് ഭാഗത്ത് അത്യാവശ്യം വലിയൊരു സ്ഥലങ്ങളിൽ ഇത് ഉൾക്കൊള്ളുന്നു. മനസ്സിലായോ? ഇനി ഇതിൽ പഴയ ഓവുചാല് മണ്ണാണ് കാണപ്പെടുന്നത്. പഴയ ഓവുചാല് മണ്ണാണ്. ഇപ്പം ഭംഗർ എന്ന് പറയുമ്പോൾ ഭംഗിന്ന് നമുക്ക് പഠിക്കില്ല. അപ്പം ഭംഗറിനൊരു ഭംഗിയില്ല. ഭംഗി ഉണ്ടെന്ന് പഠിക്കരുത്, ഭംഗിയില്ല. അതാണ് കോഡ്. ഭംഗിയില്ല. ആ ഭംഗിയില്ല എന്ന് പഠിക്കുമ്പോൾ അവിടെ എന്താണ്? ഓവുചാല് മണ്ണാണ്. ഓവുചാലിന് മണ്ണിന് എന്തുവാടേ ഭംഗി? ഒരു ഭംഗിയില്ല. അങ്ങനെ പഠിക്കുക. പഴയ ഓവുചാല് മണ്ണാണ് ഭംഗറിൽ കാണപ്പെടുന്നത്. സോ അവിടെ ഭംഗിയില്ല. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗർ എന്താണെന്ന് കിട്ടും. തെറ്റിപ്പോരുത്. ഭംഗറും ഈ പറയുന്ന ഖാദറും തമ്മിൽ പലർക്കും തെറ്റിപ്പോറുണ്ട്. അപ്പോൾ ഭംഗർ ഭംഗിയില്ലാത്തത് എന്ന് പഠിക്കുക. സോ അത് ഓവുചാല് മണ്ണാണ്. ഇനി ഇതിൽ പ്രാദേശികമായി കങ്കർ എന്നറിയപ്പെടുന്ന കാൽസ്യസ് നിക്ഷേപങ്ങൾ അടങ്ങിയിരിക്കും. അപ്പോൾ ഭംഗറിൽ എന്ത് നിക്ഷേപമാണ് അടങ്ങിയിരിക്കുന്നത്? PSC ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചാൽ അത് ഡയറക്റ്റായിട്ട് ചോദിക്കാം. കങ്കറാണ് കേട്ടോ. കങ്കർ ഓക്കെ അല്ലേ? കങ്കർ അതൊരു കാൽസ്യസ് നിക്ഷേപമാണെന്ന് കൂടി പഠിക്കുക. അപ്പോൾ ഭംഗർ എന്താണെന്ന് പഠിച്ചു. ഇനി മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമാണോ? അല്ല. കാര്യം ഓവുചാല് മണ്ണാണ്. നമ്മൾ പഠിച്ചു ഓവുചാല് മണ്ണ്. ഈ ഓവുചാല് മണ്ണ് അത്ര ഫലഭൂയിഷ്ഠിയൊന്നുമല്ല. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഭംഗറിന് ഭംഗിയുണ്ടോ? ഭംഗിയില്ല. സോ അത് ഓവുചാല് മണ്ണാണ്. ഇനി ഭംഗിയുള്ളത് ആർക്കാ? ഖാദർക്കാണ് ഭംഗിയുള്ളത്. പുള്ളിക്കാരൻ പുതിയ മണ്ണാണ് കേട്ടോ. ഖാദർക്ക് പുതിയ മണ്ണാണ്. ഖാദർ ഭംഗിയുള്ള ആളാണ്, പുതിയ മണ്ണാണ് എന്നോർത്ത് വെച്ചേക്കുക. കൃഷിക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഖാദറിൻ്റെ നോക്കാം. കണ്ടോ? ഖാദർ കാണിച്ചിരിക്കുന്ന നല്ല മണ്ണ് കണ്ടോ? ഇതാ മണ്ണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ? അത്യാവശ്യം നല്ല മണ്ണാണ്. സോ ഖാദർക്കയുടെ പുതിയ മണ്ണെന്ന് ഓർത്താൽ മതി കേട്ടോ. ഖാദർക്കയുടെ പുതിയ മണ്ണെന്ന് ഓർത്താൽ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ട്സിലൂടെ എനിക്ക് ഒരു ബേസ് നിങ്ങളിലേക്ക് തരാനുള്ളത്. ഈ ബേസിൽ നമ്മൾ PYQ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും മാപ്പ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. പഠിച്ചു തന്നെ പോവുക. ഇത് അത്യാവശ്യം കുറച്ച് കണ്ടൻറ്റ് ഉള്ളൊരു പോർഷനാണ്. ഇനി SCERT കിടക്കുമ്പോൾ കുറച്ചുകൂടി കണ്ടൻസ് ഇതിനകത്ത് വരും. ഓക്കെ, വിശാല സമതല ഭൂവിൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമി, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായവ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ നമുക്ക് കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ വലിയ പോയിൻ്റൊന്നുമില്ല. ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗം നിങ്ങൾ കാണുന്നുണ്ടോ? കാണിച്ചു തരാം. ഇത് ഉത്തരപർവ്വത മേഖല, ഇത് ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരപർവ്വത മേഖലയും ഉപദ്വീപീയ പീഠഭൂമി അതിന് നടുവിലായിട്ട് കാണപ്പെടുന്നതാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞായിരുന്നു, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഉത്തര മഹാസമതലമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ രാജസ്ഥാനിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇങ്ങനെ പോയി ഇവിടെ അങ്ങേയറ്റം വരെ അസാമിൽ വരെ പോയി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഉത്തര മഹാസമതലമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏത് ദിശയിലാണ് ഉത്തര മഹാസമതലം കാണപ്പെടുന്നത്? അതായത് ഈ മാപ്പിൽ നോക്കുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ മുകൾ ഭാഗത്തായിട്ടല്ലേ കാണപ്പെടുന്നത്. മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ പഠിക്കേണ്ടത്? വടക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയും. വടക്കിനെ മറ്റൊരു പേരാണ് ഉത്തരം. ഓക്കെ, ഉത്തരം. ഇനി
തെക്കിന് മറ്റൊരു പേരെന്താണ്? ദക്ഷിണം. ഓക്കെ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ ഏത് ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന ഉത്തര മഹാസമതലം കാണപ്പെടുന്നത്? തെക്ക് ഭാഗം അല്ലെങ്കിൽ ദക്ഷിണ ഭാഗം. ഓക്കെ, ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇതെങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. ഇനി അതിനു മുമ്പായിട്ട് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എക്കൽ, നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശില അവശിഷ്ടങ്ങളാണ് എക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദിക്കാം, കാര്യം ബോക്സിൽ കൊടുത്തേക്കാണ്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന, നമ്മുടെ ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന ശില അവശിഷ്ടങ്ങളാണ് എക്കൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു മറ്റേ ഭൂവിഭാഗങ്ങൾ ഞാൻ മറ്റേ സെപ്പറേറ്റ് ചെയ്ത് തന്നപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരുന്ന നദികൾ താഴെ വന്നിട്ട് അതിൻ്റെ പെബിൾസ്, ചരൽ എന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഒരു ശിലാ അവശിഷ്ടങ്ങളാണ് എക്കൽ എന്ന് പറയുന്നത് കേട്ടോ, അത് മറക്കരുത്. ഇനി ഒഴുകുന്ന വെള്ളം, ഹിമാനികൾ, കാറ്റ്, തിരമാല തുടങ്ങിയ ഭൗമ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമ ഉപരിതലത്തിൽ വൈവിധ്യമാർന്ന രൂപങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കാറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഹിമാനി, തിരമാല, വെള്ളം, അപ്പോൾ ഇതെല്ലാം എന്താണ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഒരു കടൽ തീരത്തോട്ട് പോവുക, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോകുമ്പം അപ്പോൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ഭൂരൂപം ഇപ്പോൾ നമ്മളൊരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇന്ന് കാണുന്നൊരു ഭൂരൂപം ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ കാണണമെന്നില്ല. പകരം അവിടെ ഒരു മണൽ കൂനയോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറയുന്ന ഈ ചരലിൻ്റെയോ പെബിളിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് മറ്റേതെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞു കുന്നു പോലെയോ അല്ലെങ്കിൽ മറ്റൊരു ഭൂരൂപങ്ങളായിട്ട് നമുക്ക് കാണപ്പെടാം. അതെല്ലാം പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഭൂരൂപ പ്രക്രിയ എന്ന് വിളിക്കുന്നു. ഭൗതികവും രാസികവും ജൈവികവും, അതായത് ഭൗതികമായതും രാസപരമായതും ജൈവികമായതും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ബീച്ചിൽ ചെല്ലുമ്പോൾ ഒരു ബീച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്താ നമ്മൾ കാണുന്ന ഒരു ഭൗതികപരമായിട്ടോ രാസപരമായിട്ടോ അല്ലെങ്കിൽ ജൈവികപരമായിട്ടോ ഒരു പ്രക്രിയയിലൂടെ ശിലകൾ പൊടിയാറുണ്ട്. ശിലകൾ പല രീതിയിൽ പൊടിയാറുണ്ട്. കഴിഞ്ഞ പഴയ SCERT പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ്, ഇത് പൊടിഞ്ഞ് അവിടെ കിടക്കുകയല്ല. അങ്ങനെ പൊടിഞ്ഞ് കിടക്കുമ്പോൾ ഒരു കാറ്റ് വന്ന് വീശുമ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. കാറ്റ് വന്ന് വീശുമ്പോൾ ഇതിൻ്റെ തരികൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി വീഴുന്നു. അടുത്ത കാറ്റ് വീശുമ്പം വീണ്ടും ഇതിൻ്റെ തരികൾ അവിടെ പോയി വീഴുന്നു. അങ്ങനെ വീണ് പുതിയൊരു രൂപം അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹിമാനികളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന തിരമാല തന്നെ കടലിനടിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രതിഭാസം, ഇതുപോലെ പൊടിഞ്ഞുണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെ കരയിൽ കൊണ്ട് അടിയിക്കുന്നു. അങ്ങനെ അടിഞ്ഞൊരു കുറേ നാൾ കഴിയുമ്പോൾ അവിടെ മറ്റൊരു ഭൂരൂപം പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഈ പറയുന്ന ഭൂരൂപങ്ങൾ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന കാറ്റ്, ഹിമാനി, തിരമാല തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടില്ലേ? ഇതായി ഇത് നോക്കുക. മഴത്തുള്ളി ഇങ്ങനെ ശക്തിയായിട്ട് വീഴുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം ഇളകുന്നുണ്ട്. മനസ്സിലായി? ഏതാണ്ടോ ഇളകുന്നു, കുറച്ച് ഭാഗം ഇളകുന്നു. അതിലെ ചെറിയ ഭാഗത്തെ എന്ത് ചെയ്യുന്നു? ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നീക്കിക്കൊണ്ടുപോകുന്നു. ഇത് വെള്ളത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇനി താഴ്ന്ന പ്രദേശങ്ങൾ ഇവിടെ വന്നിട്ട്
ഇങ്ങനൊരു കുന്നാണ്. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് എന്താ താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിച്ച് ഇത് വലിയൊരു രൂപമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് മാറുന്നു. കാലക്രമേണ മാറുകയാണ്, പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. അങ്ങനെ മാറുമ്പോഴാണ് ഇവിടെ മറ്റൊരു രൂപം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂരൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ നിർമ്മിച്ചെടുക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ജലം, അതുപോലെ ഹിമാനികൾ, കാറ്റ്, തിരമാല മുതലായ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പഠിക്കുക. ഇനി ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ. ഉയർന്ന പ്രദേശങ്ങൾ ഇതുപോലെയുള്ള, ഇതിപ്പോൾ ഹിമാലയാണെന്ന് കൂട്ടിക്കോ. ഹിമാലയ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയാണല്ലോ അത്, ഉത്തരപർവ്വത മേഖലയാണത്. അപ്പോൾ അവിടെ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താണ്ടെ ഇവിടുന്ന് തുടങ്ങുന്നു. ഇങ്ങനെ തുടങ്ങുന്നത് ഇവിടെ വന്ന് മുട്ടുന്നു. അപ്പോൾ വേറൊരു നദി ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതിങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഓൾറെഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തൊരു നദിയുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്നു. ഇവിടെ വരുന്നു, മറ്റൊരു നദിയായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇതിങ്ങനെ ഉണ്ട്, ഇതിൻ്റെ സൈസ് കൂടി വരുന്നു. ഇങ്ങനെ കൂടി വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു വലിയ നദിയായിട്ട് മാറുന്നു. ഇതാണ് നദീമുഖം എന്ന് പറയുന്നത് കേട്ടോ. നദീമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്ഭവസ്ഥാനത്ത് നിന്നും തുടങ്ങിയ ഒരു നീർച്ചാൽ അത് മറ്റു പല നീർച്ചാലുമായിട്ട് ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, വലിയൊരു നദിയായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. കീഴ്ഘട്ടത്തിലാണ് എന്ത് വരുന്നത്, നദീമുഖം വരുന്നത് കീഴ്ഘട്ടത്തിലാണ്. അത് പഠിക്കുക. ഇനി ഉത്ഭവം വരുന്നത് ഉപരിഘട്ടത്തിലാണ്. ഉപരിഘട്ടത്തിലാണ് ഉത്ഭവസ്ഥാനം വരുന്നത്. ഇനി ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് ഇവിടെ നിന്നിപ്പോൾ ഈ നദി ഒഴുകുന്നത്, അപ്പോൾ ഹിമാലയത്തിൽ നിന്നാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പർവ്വത നിരയിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പോൾ നദി ഒഴുകുമ്പോൾ നദിയുടെ കൂടെ എന്ത് കാണും, കുറച്ച് ചരൽ അല്ലെങ്കിൽ ചെറിയ പാറക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ മണ്ണ്, ഇതെല്ലാം കൂടി അടങ്ങിയിട്ടായിരിക്കും അത് ഒഴുകുന്നത്. അങ്ങനെ അത് ഒഴുകി താഴേക്ക് വരുമ്പോൾ മറ്റൊരു നദിയുമായിട്ട് ഇത് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആ വരുന്ന നദിക്കും ഇതുപോലെ കുറച്ച് നിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേർന്ന് വലിയൊരു നദിയാകുമ്പം വലിയൊരു എമൗണ്ട് എന്ത് വരുന്നു, നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് ഈ നദിയിൽ വരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. അത് കാലക്രമേണ വിശാലമായ എക്കൽ സമതലമായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് എക്കൽ സമതലങ്ങൾ രൂപീകരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിപ്പോൾ ഉയർന്ന പ്രദേശമാണ്. അവിടെ നിന്നും ചെറിയ നദികൾ, ഒരു നദി ഇവിടെ നിന്ന് വേറൊരു നദി വരുന്നു. അപ്പോൾ ഓൾറെഡി ഈ നദിയിൽ ഒരുപാട് പാർട്ടിക്കിൾസ് കാണും. ഈ നദിയിലും പാർട്ടിക്കിൾസ് കാണും. അത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഈ 2 നദിയുടെയും കൂടെ പാർട്ടിക്കിൾസ് ഇവിടെ കുറച്ചുകൂടി വലുതാവും. അത് വന്നിട്ട് മറ്റു പല നദികളുമായിട്ടും ഇങ്ങനെ ജോയിൻ ചെയ്ത് വലിയൊരു നദികളുമായിട്ട് ജോയിൻ ചെയ്ത് വലിയൊരു നദിയായിട്ട്, ഈ അരുവികൾ ഒരു നദിയായിട്ട് മാറുമ്പോൾ ഇത്രയും പാർട്ടിക്കിൾസ് കാണും. ഇതെല്ലാം കൊണ്ട് ചെന്ന് താഴ്ന്നൊരു പ്രദേശത്ത് നിക്ഷേപിക്കുന്നു. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, എക്കൽ സമതലങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? 3 ഘട്ടങ്ങൾ പഠിക്കുക. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. കീഴ്ഘട്ടത്തിലാണ് നദീമുഖം, ഉപരിഘട്ടത്തിലാണ് നദികളുടെ ഉത്ഭവസ്ഥാനമെന്നും പഠിക്കുക. ഇനി ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഈ പാറക്കഷ്ണങ്ങൾ, പെബിൾസ്, ചരൽ, മണ്ണ്, അങ്ങനെ പല പാർട്ടിക്കിൾസ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, താഴ്ന്ന പ്രദേശമായ ഈ ഉത്തരമഹാസമതലത്തിൻ്റെ പ്രദേശത്ത് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ അതൊരു വലിയൊരു എന്തായിട്ട് മാറുന്നു, വലിയൊരു സമതലമായിട്ട് മാറുന്നു, ഒരു എക്കൽ സമതലമായിട്ട് മാറുന്നു. അങ്ങനെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപീകരിച്ചത്. ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. അതായത് ഇത് ഹിമാലയം, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. ഹിമാലയത്തിൻ്റെ അടിയിലൊരു സമുദ്രം ഉണ്ടായിരുന്നു, തെത്തിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട്. ആ അടിത്തട്ടെല്ലാം പോയി. അപ്പോൾ ഇത് വന്ന് ജോയിൻ ചെയ്തപ്പോൾ അടിത്തട്ട് പോയി. അങ്ങനെ അടിത്തട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഈ മടക്ക് പർവ്വതം രൂപീകരിച്ചത്. ഇത് യുറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവുമാണ്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം തെക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന
ഇവിടെ നിന്നും കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങളെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ തെക്ക് ഭാഗത്താണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഉത്തര മഹാസമതലം കാണപ്പെടുന്നതെന്ന് പഠിച്ചു. ഓക്കെ. ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപം കൊണ്ടത്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം, ഇത് പഠിച്ചോണേ. അതായത് എക്കൽ നിക്ഷേപത്തിൻ്റെ കനം ഏതാണ്ട് 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. ഇതിൻ്റെ കനം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെയാണ് എക്കൽ സമതലത്തിൽ, അല്ലെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതും അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്രത്തിൻ്റെ കനം എന്ന് പറയുന്നത്. അവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. ഇത് നോട്ട് ചെയ്തോണേ. ഓക്കെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രമാണ് 2-3 പറഞ്ഞിരിക്കുന്നത്. 2.3 കണ്ടോ? അതായത് ഇത് ഹിമാദ്രി ഉയർന്ന ഭാഗമാണ്, ഹിമാചൽ, സിവാലിക്. ഇവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇതായി പറഞ്ഞ് താഴ്ന്ന പ്രദേശത്ത് എല്ലാം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ താഴ്ന്ന പ്രദേശത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനൊരു പ്രദേശമായിട്ട് മാറുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ പ്രദേശത്തെയാണ് നമ്മൾ ഇന്ന് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തര മഹാസമതലം, അതുമല്ലെങ്കിൽ എക്കൽ സമതലം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. സിന്ധു നദീമുഖം മുതൽ ഗംഗ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിലാണ് ഇത് വ്യാപിച്ചു കിടപ്പോൾ. സിന്ധു മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ, ഒന്നാമത്തെ പോയിൻ്റാണ് 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ഇത്. ഇപ്പോൾ 2 പോയിൻ്റായി. ഓക്കെ. ഇനി ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് 2400 കിലോമീറ്റർ. അതും പഠിക്കുക. 2400 കിലോമീറ്ററാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ടോട്ടൽ എത്രയാണ് നമ്മൾ പറഞ്ഞ 3200 കിലോമീറ്റർ. എവിടെ മുതൽ? സിന്ധു മുതൽ ഗംഗ നദീതടം വരെ, നദീമുഖം വരെ 3200 കിലോമീറ്റർ. അതിൽ ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നത് 2400 കിലോമീറ്റർ നീളത്തിലാണ് ഈ സമതലം ഇന്ത്യയിൽ മാത്രം വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ. ഇനി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലം, അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിശാലമാകുന്നു. അതാ നിങ്ങൾ നോക്കാം, ഇതല്ലേ കിഴക്ക്, അസം ഒക്കെ ഉൾപ്പെടുന്നല്ലേ കിഴക്ക്. ഇവിടെ ചെറുതല്ലേ, അതായത് ഇതിൻ്റെ വീതിയൊക്കെ ചെറുതല്ലേ. ഇവിടെ നിന്നും പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ, ഈ പടിഞ്ഞാറോട്ട് പോകുമ്പോഴത്തേന് ഈ വീതിയാണോ ഇവിടെ ഉള്ളത്? അല്ലല്ലോ, ഇവിടെ വീതി കൂടുതലല്ലേ. പടിഞ്ഞാറോട്ട് പോകുമ്പം ഏറ്റവും കൂടുതൽ വീതിയാണ് ഇവിടെ നിന്ന് ഇവിടം വരെ വീതിയുണ്ട്. അപ്പം രാജസ്ഥാൻ മുതൽ ഇത്രയും ഡിസ്റ്റൻസ് വീതി. അതായത് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചുള്ള. ഉത്തര മഹാസമതലം അല്ലെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞു വരുന്നു എന്നൊരു ഓപ്ഷൻ കണ്ടാൽ അത് തെറ്റാണ്. വീതി കൂടിയാണ് വരുന്നത്. ഓക്കെ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തോളാം. ഓക്കെ. ഈ പോയിന്റ് നോട്ട് ചെയ്തോണേ. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ സമതലത്തിൻ്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ, 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണെന്ന് പഠിക്കുക. നെക്സ്റ്റ്, ഇത് 5ാമത്തെ പോയിൻ്റാണ് ഇവിടുത്തെ. അപ്പോൾ എല്ലാം നോട്ട് ചെയ്തോണേ. 5ാമത്തെ പോയിൻ്റാണ്. ഈ സമതലത്തിൻ്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഉത്തരപർവ്വത മേഖലയുടെ തെക്കായിട്ട്, അതുപോലെ തന്നെ പീഠഭൂമിയുടെ വടക്കായിട്ടുമാണ് എന്ത് കാണപ്പെടുന്നത്? ഉത്തരമഹാസമതലം കാണപ്പെടുന്നത്. ഓക്കെ. ഈ സമതലത്തിൻ്റെ വിസ്തീർണമുണ്ട് ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് എത്രയാണെന്നൊന്നും PSC ചോദിക്കില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിൽ, അതായത് ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നോ, അല്ലെങ്കിൽ ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന് വരുന്നത്. ഇനി വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത,
അനുകൂലമായ കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാണ് ഈ പ്രദേശത്ത് കൃഷിക്ക് കൂടുതൽ അനുയോജ്യമാക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പം വേണമെങ്കിൽ ചോദിക്കാം. ഇതൊരു ചോദ്യം കേട്ടോ, ചോദ്യമായിട്ട് കണക്കാക്കിയോ, ഇതൊരു ചോദ്യമാണ്. എന്താ അപ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് ഉത്തര മഹാസമുദ്രത്തിൽ കൃഷിക്ക് അനുയോജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് അനുയോജ്യമാണ്? കാര്യം ഇതൊരു എക്കൽ സമതലമായതുകൊണ്ട്. എക്കൽ സമതലമാണ് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം. ഇവിടെ വളക്കൂറുള്ള മണ്ണുണ്ട്. നെക്സ്റ്റ്, മതിയായിട്ടുള്ള ജലലഭ്യതയുണ്ട്. ജലലഭ്യത എപ്പോഴെങ്കിലും നിൽക്കൂ. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചു ഹിമാലയൻ നദികളാണ്. ഹിമാലയൻ നദികൾ ഇപ്പോൾ മഴയില്ലെങ്കിൽ പോലും അവിടുത്തെ വെള്ളത്തിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഹിമാനികൾ ഉരുകിയായാലും ഈ മഞ്ഞുരുകിയായാലും വെള്ളം ഈ ഹിമാലയൻ നദികൾക്ക് ലഭിക്കുന്നുണ്ട്. സോ എപ്പോഴും വാട്ടറിൻ്റെ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പഠിക്കുക. അതുപോലെ മതിയായ ജലലഭ്യത പഠിച്ചു. അനുകൂലമായ കാലാവസ്ഥയായിരിക്കും. പരന്ന ഭൂപ്രകൃതിയാണ്. നമ്മൾ ആ മാപ്പ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പരന്ന ഭൂപ്രകൃതിയാണ്, ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി അല്ല. ഓക്കെ, ഇത്രയുമാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് അവിടുത്തെ കൃഷിയെ സ്വാധീനിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പം വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാണ് ഇവിടുത്തെ കൃഷിയെ ഏറെ സഹായകമാക്കുന്നത്. ഇനി ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി ഇത് 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ആ 4 ഏതൊക്കെയാണ്? രാജസ്ഥാൻ നമ്മൾ പഠിച്ചു, പഞ്ചാബ് നമ്മൾ പഠിച്ചു, പിന്നെ നമ്മൾ ഏതാ പഠിച്ചത് പ്രധാനമായിട്ട് ഓർത്ത് നോക്കിക്കേ. ഗംഗാ സമതലം പഠിച്ചു, മരുസ്ഥലി രാജസ്ഥാൻ തന്നെയാണ് മരുസ്ഥലി ബാഗർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അസം. ഇത്രയും പോർഷനാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് നദികളുമായി ബന്ധപ്പെട്ട ഫാക്റ്റാണ്. നദികൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിലൂടെ ഒഴുകുന്ന നദികളും ഇവിടെ സഹായകമാകുന്ന നദികൾ ഏതൊക്കെയാണെന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു ലൂണി നദി രാജസ്ഥാനിലാണ് ലൂണി നദി. അതുപോലെ ബിയാസും ഇത്രയും പോർഷൻ അതായത് സിന്ധുവിൻ്റെ പോഷക നദികളും പഞ്ചാബ് ആയിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ കാളി, ഘാഗ്ര, ഗണ്ഡക്, ഗോമതി, ഗംഗ ഇത്രയും നദികളാണ്. ഇവിടുത്തെ ഇത്രയും പോർഷൻസ് എന്താണ്? ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട നദീമുഖമല്ല, ഈ പറയുന്ന സമതലമാണ്. ഇനി ഇവിടെ വരുമ്പോൾ പഠിക്കാനുള്ളത് ബ്രഹ്മപുത്ര. കണ്ടോ, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. മാപ്പൊക്കെ വരച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി രാജസ്ഥാൻ സമതലമാണ്. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം. അത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ അതായത് ഉത്തര മഹാസമതലം നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ ലൊക്കേഷനൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ട്. ഉത്തര മഹാസമതലം ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ നീണ്ടല്ലേ പോകുന്നു ഉത്തര മഹാസമതലം. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ കുറവാണ്. നമ്മളൊരു ഫാക്റ്റ് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് കിഴക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഈ പടിഞ്ഞാറ് ഭാഗത്തല്ലേ രാജസ്ഥാൻ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രധാനമായിട്ട്? ഇവിടെ മരുഭൂമിയാണ്, ഥാർ മരുഭൂമിയുണ്ട്. സോ അവിടെ എന്താ ഒരു പോയിന്റ് പഠിക്കാൻ പറ്റുന്നത്? ഇവിടെ മഴ കുറവാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഇവിടുന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളാം. ഥാർ മരുഭൂമിയാണ്, അവിടെ മഴ കുറവാണ്. ഇനി ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്, പടിഞ്ഞാറേ അറ്റം. ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. 2/3 രാജസ്ഥാനാണ്. സ്റ്റേറ്റ്മെൻറ്റിനുള്ള ചോദ്യമാണ് ഇവിടുത്തെ കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റിനുള്ളൊരു ചോദ്യമാണ്. 2/3 ഥാർ മരുഭൂമിയാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിക്കുന്നു. അടുത്ത നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ 2/3 എവിടെ തന്നെയാണ്? രാജസ്ഥാനാണ്. ബാക്കിയുള്ള ഭാഗം എവിടെയൊക്കെയാണ്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. ഓക്കെ, ഇനി യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അതായത് രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായി തിരിക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ. ആ മരുസ്ഥലി ബാഗറിലെ 2 നദികൾ ഏതൊക്കെയായിരുന്നു?
സരസ്വതിയും അതുപോലെ തന്നെ ലൂണി നദിയും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. ഇനി ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഇതും ഒരു പോയിന്റ് ആട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക, അതായത് നിങ്ങളെ ദിശ തന്ന് തെറ്റിക്കാൻ നോക്കും. ദിശ തന്നിട്ട് ചിലപ്പോൾ വടക്കെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കിഴക്കെന്ന് ചോദിക്കാം. സോ ആരവല്ലിയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ നിങ്ങൾ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക, തെറ്റല്ലേ? ഇനി കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി നദി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. നമ്മൾ രാജസ്ഥാൻ്റെ മരുസ്ഥലി ഭാഗർ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു സരസ്വതിയും ലൂണിയും. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. സാംഭർ, ദിദ്വാന, സർഗോൾ. ഈ സാമ്പാറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഉപ്പ് തടാകങ്ങൾ, സാമ്പാറിൽ ഉപ്പ് കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജൻ ഉണ്ടാക്കിയ സാമ്പാറിൽ ഉപ്പ് കൂടുതലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കേട്ടോളൂ. രാജൻ ഉണ്ടാക്കിയ സാമ്പാറിൽ ഉപ്പ് കൂടുതലാണ് എന്ന് പഠിച്ചാൽ മതി. രാജസ്ഥാനിലാണ് സാംഭർ തടാകം. അതുപോലെ ദിദ്വാന സർഗോൾ. ഓക്കെ, ഇപ്പം ഇങ്ങനെ പഠിക്കുക. അതായത് വിദ്വാനായ രാജൻ സാർ, ഈ സർഗോൾ എന്നുള്ളത് ഓർത്തോണേ. വിദ്വാനായ രാജൻ സാറിൻ്റെ സാമ്പാറിൽ ഉപ്പാണ്. വിദ്വാനായ രാജൻ സാറിൻ്റെ സാമ്പാറിൽ ഉപ്പാണെന്ന് പഠിച്ചാൽ വിദ്വാൻ ഏതാണ്? ദിദ്വാന എന്ന് പഠിക്കല്ലേ, ദിദ്വാന. ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് ദിദ്വാന. രാജൻ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ. രാജൻ സർ എന്ന് പറഞ്ഞാൽ സർഗോള്. സാമ്പാർ ഉപ്പാണ്, ഉപ്പ് തടാകമാണ്. ഓക്കെ, ഇത്രയാണ് പഠിക്കാനുള്ളത്. ഈ ഒരു കോഡ് വെച്ച് വേണമെങ്കിൽ പഠിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കാണാതായാലും പഠിച്ചാൽ മതി. നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ രാജസ്ഥാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പഠിക്കേണ്ടത് പഞ്ചാബ് ഹരിയാന മേഖലയാണ്. പഞ്ചാബ് ഹരിയാന സമതലമാണ്. രാജസ്ഥാൻ സമതലത്തിൻ്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾ കേട്ടു. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായൊരു സമതലമായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്മൾ ആ മാപ്പിൽ ഓൾറെഡി കണ്ടതാണ്. ഇനി അത് മനസ്സിലാവാത്തവരൊന്നുകൂടി ആ മാപ്പ് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ആ മാപ്പ് എടുത്തിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മനസ്സിലാവും. അതായത് രാജസ്ഥാൻ സമതലത്തിൻ്റെ വടക്ക് കിഴക്കോട്ടും അതുപോലെ തന്നെ കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായ ഒരു സമതലമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്ക് കിഴക്കും വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഇനി ചോദ്യമാണ് ഇവിടുത്തെ, രാജസ്ഥാൻ സമതലത്തിൻ്റെ ഏതൊക്കെ ദിശയിലേക്കാണ്? ഏതൊക്കെയാ? കിഴക്ക്, അതുപോലെ തന്നെ വടക്ക് കിഴക്ക്. തെറ്റിപ്പോലെ കിഴക്കും വടക്ക് കിഴക്കുമാണെന്ന് പഠിക്കുക. ഈ രണ്ട് ദിശയിലേക്കാണ് നമ്മുടെ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ആ ഒരു പോയിന്റ് സെറ്റ് ചെയ്യാം. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. ഇനി ഇവിടുത്തെ ഒരു പോയിന്റ് നോക്കിയോ. യമുനാ തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിൻ്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം ഈ ഭാഗത്തിൻ്റെ കിഴക്കൻ അതിരെന്ന് പറയുന്നത് യമുന നദിയാണെന്ന് ഓർത്തു വച്ചേക്കുക. ഈ ഒരു ഭാഗത്തിൻ്റെ കിഴക്കൻ നദി യമുന നദിയാണ്. കിഴക്കൻ ഭാഗം യമുന നദിയാണ്, അല്ലെങ്കിൽ അതിരെന്ന് പറഞ്ഞാൽ യമുന നദിയാണ്. അതൊരു പോയിന്റാണ്, നോട്ട് ചെയ്തോണേ. ഇനി ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിൻ്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം. ഇവിടെ ഒരു പോയിന്റ് കൂടെ വന്നു. നമ്മൾ പഠിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടെ വന്നു, ഹിമാചൽ പ്രദേശ്. കേട്ടോ, ഹിമാചൽ പ്രദേശും ഉണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അതായത് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ സമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സമതലത്തിൻ്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇനി പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഒരു പോയിന്റ്, ഈ സമതലത്തിൻ്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം
മുഖ്യമായും സത്ലജ്, ചെലം, ചെനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. പഞ്ചാബ് 5 നദികളുടെ നാട്. ഒരു പഴയ ചോദ്യമാണ് ഇതൊക്കെ കേട്ടോ. പഞ്ചാബ് 5 നദികളുടെ നാടെന്നും അറിയപ്പെടുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എന്താണ് ദ്വീപുകൾ എന്നറിയാമോ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ. ഇത് നോട്ട് ചെയ്തോണേ, നല്ല പോയിന്റ്. പരസ്പരം കൂടിച്ചേരുന്ന, നോട്ട് ചെയ്തോണേ, ഞാൻ അതങ്ങനെ കറപ്പിച്ച് വെച്ചത്, നോട്ട് ചെയ്തോണേ. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി. ശ്രദ്ധിച്ചോണേ. ഈ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പഠിക്കുക. അതേപോലെ തന്നെ ഈ പഞ്ചാബ് ഹരിയാന സമതലം എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു? പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു എന്ന് പഠിക്കുക. ഇനി 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന് നീളം വരുന്നത്, ദൈർഘ്യം വരുന്നത്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള സമതലം, ഇതും പഠിക്കണേ. പടിഞ്ഞാറോട്ടാണ്, കിഴക്കോട്ടൊന്നുമല്ല, പടിഞ്ഞാറോട്ട് നേരിയ ചരിവാണ് ഈ ഒരു സമതലത്തിന് വരുന്നത്. ഇനി സിന്ധു നദിയുടെ 5 പോഷക നദികൾ ചേർന്ന് കൊണ്ടുവരുന്ന അവസാദങ്ങളാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചാബിനെ പഞ്ചനദികളുടെ നാട്, 5 നദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇനി പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 ദ്വീപുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപ് എന്ന് പറയുന്നത് കേട്ടോ. ദ്വീപ് അതിൻ്റെ കൂടിച്ചേരുന്ന ഉദാഹരണം ഈ ഒരു അതിര് ഇങ്ങനെ അതിരിലാണ് ദ്വീപുകൾ ഉണ്ടാകുന്നത് കേട്ടോ. ബാരി ദ്വീപ്, രചന ദ്വീപ്, ഛാജ് ദ്വീപ്, സിന്ധ് സാഗർ ദ്വീപ്. എത്ര ദ്വീപുണ്ട് നിങ്ങളൊന്ന് നോക്കുക. 1 ഛാജ് ദ്വീപ്, രചന ദ്വീപ്, ബാരി ദ്വീപ്, ബിസ്ത് ദ്വീപ്. അപ്പോൾ ഇത്രയുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണേ. സിന്ധ് സാഗർ, ഛാബ്, രചന, ബാരി, ബിസ്ത്. ഓക്കെ, നോട്ട് ചെയ്തോണം. 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ 5 ദ്വീപുകൾ നോട്ട് ചെയ്തേക്കുക. എന്താണ് ദ്വീപ്? 2 നദികൾ കൂടിച്ചേരുന്ന ഇപ്പോൾ ചെലവും ചെനാബും കൂടിച്ചേരുന്ന ഈ ഒരു ബോർഡറിനെ, ചെലവും ചെനാബും കൂടിച്ചേരുന്ന ഈ ഒരു ബോർഡറിലെ ഉണ്ടാവുന്ന ആ ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ ഡോബ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ദ്വീപ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രധാന ദ്വീപുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ബിസ്ത് ജലന്ധർ ദ്വീപ്, അതായത് ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബിസ്ത് ജലന്ധർ. ഈ ബിസ്ത് ജലന്ധർ ദ്വീപ് ഏതൊക്കെ നദികൾക്കിടയിലാണെന്ന് PSC ചോദിക്കും. നല്ല ചോദ്യമാണ്. ഏതൊക്കെയാണ്? ബിസ്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബിയാസ് എന്ന് ഓർമ്മ വരാം. ഇസ്ത് എന്ന് പറയുമ്പോൾ സത്ലജ് എന്ന് ഓർത്തോണം. ഇസ്ത് എന്ന് ഓർക്കുമ്പോൾ സത്ലജ്, ബി എന്ന് ഓർക്കുമ്പോൾ ബിയാസും, സ്ത് എന്ന് ഓർക്കുമ്പോൾ സത്ലജും എന്ന് ഓർമ്മ വേണം. ഇനി ബാരി ദ്വീപ് എന്ന് പറഞ്ഞാൽ ബാരി ദ്വീപ്. ബാരിയുടെ ബാ എന്താടേ? ബാ എന്ന് പറഞ്ഞാൽ ബിയാസ്, രീ എന്ന് പറഞ്ഞാൽ രവി. ഓക്കെ, ബാരി എന്ന് കേൾക്കുമ്പോൾ ബിയാസും രവിയുമാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, പഞ്ചനദികൾ, അതായത് സിന്ധു നദിയുടെ 5 പോഷക നദികൾ വന്നു ചേരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന അവസാദങ്ങളാണ് ഇവിടെ രൂപീകരിച്ചൊരു സമതലമായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ആ നദികളുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ദ്വീപുകളെല്ലാം. സോ ആ നദികളിൽ തന്നെ അതിൻ്റെ പേരുണ്ട്, ആ ദ്വീപുകളുടെ പേരും ഈ നദികളിൽ തന്നെയുണ്ട്. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ബിസ്ത് ജലന്ധർ. ആ ബിസ്തിനകത്ത് തന്നെ ബിയാസ്, സത്ലജ്, സത്ലജ്. ഇനി ബാരി ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ? ബാരിയുടെ ബാ എന്ന് പറഞ്ഞാൽ ബിയാസും, രീ എന്ന് പറഞ്ഞാൽ രവിയുമായിട്ട് കണക്കാക്കുക. രചന എന്ന് പറഞ്ഞാൽ എന്താ? രചന. രാ എന്ന് പറഞ്ഞാൽ രവിയും, ചാ എന്ന് പറഞ്ഞാൽ ചെനാബുമാണെന്ന് കണക്കാക്കുക. ഛാജ് എന്ന് പറഞ്ഞാൽ ചിനാബ്, ജലം, ഛാജ്. ഇനി സിന്ധ് സാഗർ, ചലം, ചിനാബ്. ഈ സിന്ധ് സാഗർ മാത്രമായിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് കണക്ഷൻ കിട്ടാതെ. അത് നിങ്ങൾ ചലം, ചിനാബ്, ചാച്ച എന്ന് പഠിച്ചാൽ മതി. സിന്ധുവിൻ്റെ ചാച്ച എന്നങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. സിന്ധുവിൻ്റെ ചാച്ച എന്നങ്ങനെ പഠിച്ചാൽ അത് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ പ്രധാനപ്പെട്ട ദ്വീപുകളെന്ന് പറയുന്നത്.
ഇനി പ്രധാനമായിട്ട് 2 സമതലം കൂടി പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കാര്യം ഒരുപാടായിട്ടുണ്ട് ഇതിനോടകം തന്നെ. സോ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ എവിടെയാണ് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ട് കിടക്കുന്നത്? പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്ന് നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഗംഗാ സമതലം എവിടെ മുതൽ എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു? കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഈ പറയുന്ന ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന് വിസ്തൃതി എന്ന് പറയുന്നത്. പോയിന്റ് എഴുതിയെടുത്തോണേ, 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. നമ്മളിവിടെ പഠിച്ചായിരുന്നു, അതായത് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ വിസ്തീർണം 1.75 ആണ്. അവിടെ 1.75 ആണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് ഗംഗാ സമതലം. അവിടെ എന്ന് പറയുമ്പോൾ 1.75 ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഇരട്ടി എന്ന് ഓർക്കുമ്പോൾ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്നാണ് കിട്ടും. ഇനി ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും, നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്, ചില ഭാഗങ്ങളെയും ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മുടെ SCERTയിൽ എന്ത് തന്നിട്ടുണ്ട്? ഡൽഹി തന്നിട്ടുണ്ട്, ജാർഖണ്ഡ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം അഡീഷണൽ ആഡ് ചെയ്ത് ഏതൊക്കെയാണ്? ഞാൻ നോട്ടിനകത്ത് ആഡ് ചെയ്ത് പറഞ്ഞ ഏതൊക്കെയായിരുന്നു? 1 ഹിമാചൽ പ്രദേശ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ ജാർഖണ്ഡ് ആഡ് ചെയ്തു, അതുപോലെ ഡൽഹി ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന ഉത്തരമഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിൻ്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്കുകിഴക്കുമാണ്. ഇതിൻ്റെ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കുമാണെങ്കിൽ നമ്മൾ പഠിച്ച പഞ്ചാബ് ഹരിയാനയുടെ എങ്ങോട്ടാ? പടിഞ്ഞാറോട്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് നോക്കുക. ഇനി ഇവിടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഗംഗാ സമതലം 3 തരംതിരിക്കുന്നു. 1 ഉപരി ഗംഗാ സമതലം, മധ്യ ഗംഗാ സമതലം, ഈ കീഴ് ഗംഗാ സമതലം. ഇത് 3 തരംതിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ് ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം ആവുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഇനി ബ്രഹ്മപുത്ര സമതലം മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 28 പേജോളം ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു 7 പേജ് കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 21 പേജുണ്ട്. പിന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ നോട്ട്സ് കൂടി പഠിച്ചതുകൊണ്ടാണ് ഇതിപ്പോൾ 1 മണിക്കൂറായത്. സോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അടുത്ത ദിവസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക. കാര്യം ഈ മാപ്പൊക്കെ വെച്ച് പഠിക്കുന്നത് നിങ്ങൾ അന്ന് തന്നെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറന്നു പോകും. അതുപോലെ തന്നെ നാളെ രാവിലെ എണീറ്റ് ഒന്നുകൂടി റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക.